ഇന്നേ മക്കൾക്ക് ക്ലാസ് തുടങ്ങാണ് കേട്ടോ. ഇന്നലെ ഞാൻ സ്കൂൾ ബാഗ് പാക്ക് ചെയ്ത വീഡിയോയിൽ പറഞ്ഞല്ലോ, ഇന്നാണ് ഇവർക്ക് ക്ലാസ് തുടങ്ങുന്നത്. എനിക്ക് 2 പേരാണ് കേട്ടോ. മൂത്ത ആൾ മോനാണ്. മോനിപ്പോൾ ഈ ജൂൺ 24 വരുമ്പോൾ അവന് 5 വയസ്സാവും. വിഹാൻ എന്നാണ് പേര്. കുടു എന്നാണ് കേട്ടോ വീട്ടിൽ വിളിക്കുക. മോളുടെ പേര് വാമിക. അവൾക്ക് ഈ ഓഗസ്റ്റ് വരുമ്പോൾ 4 വയസ്സാകുള്ളൂ. മോളെ വീട്ടിൽ വിളിക്കുന്ന വാമി എന്നാണ്. മോനായിട്ടിട്ട പേരാണ് കേട്ടോ മാനിന്ന്. അവന് വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടിട്ട്. പിന്നെ അവന് ഭയങ്കര ദേഷ്യമാണെന്ന്. കാരണം അവന് പൗഡർ ഒന്നും ഇഷ്ടമല്ല, ക്രീമുകളൊന്നും യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. പിന്നെ അവന് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര ദേഷ്യമായി. അതുകൊണ്ട് ഞാൻ താഴത്തേക്ക് ഇറക്കി വിട്ടാണേ. ഇന്നത്തെ ചീഞ്ഞ മഴയായിരുന്നല്ലോ രാവിലെ. ഒരു 5 മണി 6 മണിക്ക് ഭയങ്കര മഴയായിരുന്നു. രാവിലെ ഞാൻ ഒരു കണക്കിന് എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് യൂണിഫോമൊക്കെ ഇടിച്ച് ഇരുത്തി 2 പേരും. കൊട്ടുവായിടുന്നതാണ്. ഉറക്കക്ഷീണം മാറിയിട്ടില്ല കേട്ടോ. പിന്നെ മോൾക്കാണെങ്കിൽ മുടി കെട്ടലാണ് അവളുടെ ഒരു ടാസ്ക്. കാരണം അവളുടെ ചുരുണ്ട മുടിയാണേ, സ്പ്രിങ് പോലത്തെ മുടിയാണ്. അവൾ കുറേ ഈരിക്കഴിഞ്ഞാലും ജട കൂടും. അപ്പം ഞാൻ 2 വശത്ത് മുടിയൊക്കെ പുട്ടപ്പ് ചെയ്ത് വിടുന്നുണ്ട്. വൈകിട്ട് ഇതുപോലെ തിരിച്ച് വന്നാൽ ഭാഗ്യമെന്ന് പറയാം. കാരണം സ്കൂളിൽ ചെല്ലേണ്ട താമസത്തൊക്കെ അഴിച്ചു പറിച്ചളയും. പിന്നെ ആൾ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ് കേട്ടോ. അത്ര ചെറുപ്പത്തിലേ തന്നെ ഇങ്ങനെ തന്നെയാണ്. ലിപ്സ്റ്റിക്ക് എന്നല്ല പറയാം, ലിസ്പിക്ക്. എനിക്കിന്ന് ലിസ്പിക്ക് വേണം. ലിസ്പിക്ക് ഇല്ലാതെ ഈ സ്കൂളിലും എങ്ങും പോവില്ല. വെറുതെ വീട്ടിലിരുന്നാലും ആൾക്ക് കുളി കഴിഞ്ഞാൽ ലിസ്പിക്ക് വേണം. പിന്നെ പൊട്ട് തൊട്ട് പൗഡറൊക്കെ ഇട്ട് അതിനൊക്കെ ഇരുന്ന് തരും കേട്ടോ നമുക്ക്. പിന്നെ കമ്മൽ, സ്വർണ്ണക്കമ്മൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കും ടൈറ്റ് ആണോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ സ്കൂൾ ബാഗ് ഇട്ട് പോകുന്ന ഒരു സന്തോഷം, സ്കൂൾ ബാഗ് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ആ സന്തോഷമാണ് ഇപ്പോൾ മുഖത്ത് കാണുന്നത്. ഇപ്പോൾ ബാഗ് ഇട്ട് താഴത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അവർക്ക് 8:15 ആവും സ്കൂൾ ബസ് വരുമ്പോൾ. അപ്പോൾ ചേട്ടൻ്റെ ബാഗും അവൾ തന്നെ പിടിച്ചോളാം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുമ്പോൾ അച്ഛമ്മ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അച്ഛമ്മ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് നിൽക്കുവാണേ. പിന്നെ രാവിലെ ഇവർക്കൊന്നും കൊടുത്ത് വിടേണ്ട, എന്നാലും നമ്മൾ രാവിലെ വെറും വയറ്റിൽ വിടണ്ടല്ലോ എന്ന് വെച്ച് പാലൊക്കെ കൊടുത്ത് വിടും. പിന്നെ ബൂസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അത് കുടിച്ചില്ല. ഇപ്പോൾ അച്ഛനാണ് ഇരിക്കുന്നത്, ചേട്ടൻ ഹസ്ബൻഡാണ്. അപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി കുറച്ച് നാളത്തേക്ക് ലീവാണ്. അപ്പോൾ എന്നെ വീഡിയോയിൽ കാണിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വീട്. ഇതിൻ്റെ ഫ്രണ്ടിലാണ് നമുക്ക് സ്കൂൾ ബസ് വരിക. അപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കണം. അപ്പോൾ എനിക്ക് സ്കൂൾ ബസ് വന്ന് കയറുന്ന വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. ആ ഓടി വരുന്നതിൻ്റെ തൊട്ടപ്പുറത്തെ നെയ്ബറാണ് കേട്ടോ. അവൾ ജിമ്മിൽ പോയിട്ട് വന്നിട്ട് കുട്ടികളൊക്കെ വിട്ടിട്ട് വരുന്ന വഴിയാണ് ഇവരെ കണ്ടപ്പോൾ. സ്കൂളിൽ പോയി ഇനിയിപ്പോൾ വൈകിട്ട് 3:30 ആകുമ്പോൾ തിരിച്ചു വരും. നമുക്ക് രാവിലെ തന്നെ എല്ലാ ദിവസവും ഇതിൽ കാഴ്ചയ്ക്കായിട്ടൊരു നീല ആമ്പൽ വിരിഞ്ഞ് നിൽപ്പുണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് മഴയൊക്കെ ഉണ്ടോ? മക്കളൊക്കെ സ്കൂളിൽ പോയോ?